ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയെ മുന്നോട്ട് നയിക്കുക ഇപ്പോൾ ഈ പല ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ സഭകളുടെ കീഴിലുള്ള വിവിധ കോളേജുകളുടെ മാനേജർ ആയിരുന്നു. പാത്താമുട്ടം സെൻറ് ഗിഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കൊച്ചി മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൻ്റെ സ്ഥാപകനാണ്. തിരുവാങ്കുളം ജോർജിയൻ അക്കാദമി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ മാനേജറാണ്. ഏരൂർ ജെയിനി സെൻ്റർ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ്. എന്നിങ്ങനെയുള്ള ചുമതലകളൊക്കെ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കാര്യദർശിയായ നയിക്കാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാണേണ്ടത്? പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദിവസമാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഭാഗ്യസ്മരണാർഹനായിരുന്ന ആഴ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏറ്റവും അധികം ആഗ്രഹിച്ചത് തൻ്റെ പിൻഗാമിയായി അഭിയൊന്ന പിതാവായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കടന്നു വരണമെന്നുള്ളതായിരുന്നു. ബാവ തൻ്റെ വിൽപത്രത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രത്യാശയുടെ ഒരു യുഗത്തിന്. ഒരുപാട് പ്രതിസന്ധികളെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ്. ഈ പ്രതിസന്ധികളെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുവാനായിട്ട് പുതുതായി നവാഭിഷക്തനായി പരിശുദ്ധ സഭയുടെ കാതോലിക്കയായി മാറുന്ന അഭിയൊന്ന തിരുമനസ്സിന് സാധിക്കും എന്ന് സഭാമക്കൾ ഉറച്ച് വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അനേകം വർഷങ്ങളായി ആ പിതാവിനോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ കാതോലിക്ക ബാവായോടൊപ്പം 25 വർഷക്കാലം ബാവായുടെ നിഴലായി പ്രവർത്തിക്കുവാൻ സാധിച്ച എനിക്ക് ബാവായോടൊപ്പം അഭിയൊന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം ചേർന്ന് നിന്ന് ഈ പരിശുദ്ധ സഭയുടെ പ്രതിസന്ധിയിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തിരുമേനിയിൽ ഏറ്റവും ഞാൻ ആകർഷനായിട്ടുള്ളത് വിനയത്തോടു കൂടിയുള്ള തിരുമേനിയുടെ സമീപനമാണ്. ഏത് പ്രതിസന്ധിയിലും പ്രസന്നവനായി ആ വിഷയങ്ങളെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് തിരുമേനിയുടെ നേതൃത്വത്തിലാണ് അഭ്യർത്ഥി പ്രാപിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുവാൻ കഴിയുന്ന ഒന്നുണ്ട്. തിരുമേനിയോടൊപ്പം നവാഭിഷിക്തനാകുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവായോടൊപ്പം ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്നേ തിരുമേനിയുടെ സമീപനവും രീതികളും ഏറെ ആകർഷിക്കപ്പെടുന്നതായിരുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെതായ ദിവസം, പ്രത്യാശയുടേതായ ദിവസം, അത് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിക്ക് വേണ്ടിയിട്ട്, നവവിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം നല്ലതിനായി തീരട്ടെ. ഈ പ്രതിസന്ധികൾ, സഭയുടെ പ്രതിസന്ധികളെല്ലാം മാറി ആശ്വാസകരമായ അവസ്ഥയിൽ സഭയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.